എല്ലാവർക്കും നമസ്കാരം. LGS എക്സാമിൻ്റെ മുൻകാല വർഷ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള എക്സാം ടോപ്പിക്കുകളെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിൽ നൽകുന്നത്. അപ്പോൾ ആ ഒരു എക്സാം ടോപ്പിക്കിനെ പറ്റി ഒരു ടോപ്പിക് എടുത്തിട്ട് നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളത് കേൾക്കുക, പഠിക്കുക, അധികം വലിച്ചു നീട്ടാറില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു വട്ടം മാത്രമാണ് പറയുന്നത്. നിങ്ങൾ അത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ല. കാരണം യൂട്യൂബാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ എപ്പോൾ വേണമെങ്കിലും വീണ്ടും കേൾക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു എക്സാം ടോപ്പിക് എന്ന് പറയുന്നത് സൈലൻറ്റ് വാലിയാണ്. ഒരുപാട് ദേശീയോദ്യാനങ്ങളും പക്ഷി സങ്കേതങ്ങളെ പറ്റി ചോദിക്കുമെങ്കിലും സൈലൻറ്റ് വാലിയാണ് മെയിനായിട്ട് LGS ചോദിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. 9.8 കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയോദ്യാനം. കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാടാണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനം. കേരളത്തിലെ ഏക കന്യാവനം. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട്. ഏറ്റവും കൂടുതൽ വൈവിധ്യമുള്ള ദേശീയോദ്യാനം. പുരാണങ്ങളിൽ സൈലൻറ്റ് വനം എന്ന പേരിൽ അറിയപ്പെടുന്ന ദേശീയോദ്യാനം. സൈലൻറ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ്. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാടാണ്. സൈലൻറ്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984 ഇന്ദിരാഗാന്ധിയാണ്. സൈലൻറ്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത വർഷം 1985 സെപ്റ്റംബർ 7-നാണ്. അതും രാജീവ് ഗാന്ധിയാണ്. സൈലൻറ്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2007-ആണ്. സൈലൻറ്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം 1914-ആണ്. പശ്ചിമഘട്ടം, നീലഗിരി കുന്നുകൾ എന്നിവയുടെ ഭാഗമായി വ്യാപിച്ച് കിടക്കുന്നു. സൈലൻറ്റ് വാലി ഉൾപ്പെട്ട ബയോസ്ഫിയർ റിസർവ് നീലഗിരിയാണ്. സൈലൻറ്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം മുകൂർത്തിയാണ്. സൈലൻറ്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ റോബർട്ട് റൈറ്റ് ആണ്. ചീവീടുകളുടെ ശബ്ദമില്ലാത്തതിനാലാണ് സൈലൻറ്റ് വാലിക്ക് ഈ പേര് ലഭിച്ചത്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഗവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനവും സൈലൻറ്റ് വാലിയാണ്. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളൊന്ന് കണ്ടുനോക്കുക. എല്ലാ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആരും കണ്ടില്ലെങ്കിൽ പോലും നമ്മുടെ ചാനലിൽ ഓരോ ദിവസം ഇത് അപ്ഡേറ്റഡ് ആയിരിക്കും, നമ്മുടെ പ്ലേലിസ്റ്റ്.